ഹലോ എവരി വൺ. നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് യൂണിറ്റ് ഇമ്പൾസ് ഫങ്ഷൻ ഓർ ഡിറാക് ഡെൽറ്റ ഫങ്ഷൻ. അതായത് യൂണിറ്റ് ഇമ്പൾസ് ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകണം. ഇൻ മെഷീൻസ് വി കം അക്രോസ് പ്രോബ്ലംസ് വെർ എ വെരി ലാർജ് ഫോഴ്സ് ആക്ട്സ് ഫോർ എ വെരി സ്മോൾ ടൈം ഓർ ലാർജ് പ്രഷർ ആക്ടിങ് ഓവർ എ സ്മോൾ ഏരിയ. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കുറേ മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ലാർജ് ഫോഴ്സ് ഒരു സ്മോൾ ടൈമിൽ ആക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലാർജ് പ്രഷർ ഒരു സ്മോൾ ഏരിയയിൽ ആക്ട് ചെയ്യുമ്പോഴൊക്കെ ടു ഡീൽ വിത്ത് സച്ച് പ്രോബ്ലംസ് വി ഇൻട്രൊഡ്യൂസ് ദ യൂണിറ്റ് ഇമ്പൾസ് ഫങ്ഷൻ. അപ്പം അങ്ങനത്തെ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫങ്ഷനാണ് യൂണിറ്റ് ഇമ്പൾസ് ഫങ്ഷൻ. അതിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് കെ ഓഫ് ടി മൈനസ് എന്ന് പറഞ്ഞു. ഡിഫൈൻ എ ഫങ്ഷൻ എഫ് കെ ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു 1/k ഫോർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് കെ, സീറോ അതർവൈസ്. അതായത് നമ്മൾ എഫ് കെ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. എഫ് കെ ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ തൊട്ട് എ പ്ലസ് കെ വരെയുള്ള ഇൻ്റർവെല്ലിൽ അതിൻ്റെ വാല്യൂ എന്നുള്ളത് 1/k ആയിരിക്കും. ബാക്കി ആ ഇൻ്റർവെല്ലിന് പുറത്തൊക്കെ ആ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് വരച്ചേക്കണത്. നോക്കി, എ തൊട്ട് എ പ്ലസ് കെ വരെയുള്ള ഇൻ്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് 1/k ആണ്. കെ എന്നുള്ളത് ഇവിടെ ഒരു ഫിക്സ്ഡ് നമ്പറാണ്. ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇനി ഒരു നോട്ടാണ് തന്നേക്കണേ. എ ഈസ് എ പോസിറ്റീവ് നമ്പർ ആൻഡ് കെ ഈസ് ആർബിട്രറി സ്മോൾ പോസിറ്റീവ് റിയൽ നമ്പർ. അതായത് ഇവിടെ എ എന്നുള്ളത് ഒരു പോസിറ്റീവ് നമ്പറാണ്, അതുപോലെ കെ എന്നുള്ളത് ഒരു സ്മോൾ പോസിറ്റീവ് റിയൽ നമ്പർ, അതായത് 0-നോട് അടുത്തുള്ള ഒരു റിയൽ നമ്പറാണ് കെ. ഇനി നമുക്ക് നമ്മുടെ ഫംഗ്ഷനെ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് കെ ഓഫ് ടി മൈനസ് എ ഡി ടി എന്താ വരാം നോക്കി. 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. പക്ഷെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നതനുസരിച്ച് എ തൊട്ട് എ പ്ലസ് കെ വരെ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. ബാക്കി ആ ഇൻ്റർവെല്ലിൻ്റെ പുറത്തൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എ തൊട്ട് എ പ്ലസ് കെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് കെ. എ തൊട്ട് എ പ്ലസ് കെ വരെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? 1/k ടി ടി. 1/k കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി വരും, ലിമിറ്റ് കൊടുക്കുക എ ടു എ പ്ലസ് കെ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/k ഇൻറ്റു എ പ്ലസ് കെ മൈനസ് എ. എയും എയും ക്യാൻസൽ ചെയ്ത് പോവും, കെയും ക്യാൻസൽ ചെയ്ത് 1 കിട്ടും. അതായത് നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷനെ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടണം. ഇനി നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ലെറ്റ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ബി എ ഫംഗ്ഷൻ ഓഫ് ടി ഡിഫൈൻഡ് ഫോർ ഓൾ പോസിറ്റീവ് വാല്യൂസ് ഓഫ് ടി ആൻഡ് എ ഈസ് എനി പോസിറ്റീവ് നമ്പർ. Then the unit impulse function about A is denoted by delta of t minus a is equal to infinity for t is equal to a, 0 otherwise. അതായത് നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷനെ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞൊരു പുതിയ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അത് ഏത് പോസിറ്റീവ് വാല്യൂസിനും ഡിഫൈൻഡ് ആണ്. പിന്നെ നമ്മളിവിടെ എബൌട്ട് എ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ എബൌട്ട് എ എന്നുള്ളതൊരു പോസിറ്റീവ് നമ്പറാണ്. അത് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ടി ഈസ് ഈക്വൽ ടു എ ആകുമ്പോൾ നമ്മുടെ ഡെൽറ്റ ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ബാക്കി എല്ലായിടത്തും അതിൻ്റെ വാല്യൂ 0 ആണ്. അതായത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രം ഡെൽറ്റ ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ഇൻഫിനിറ്റി ആണ്. ബാക്കി എല്ലായിടത്തും നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. പ്രൊവൈഡഡ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഡി ടി ഈസ് ഈക്വൽ ടു 1. അതായത് ഈ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഡി ടീനെ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടണം. ഇനി ഒരു 2 നോട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോട്ട് എന്നുള്ളത് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ. നമ്മൾ നേരത്തെ ഒരു യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഫ് കെ ഓഫ് ടി മൈനസ് എ ഡിഫൈൻ ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനാണ് എഫ് കെ ഓഫ് ടി മൈനസ് എ. ഇനി ഈ എഫ് കെ ഓഫ് ടി മൈനസ് എയും ഡെൽറ്റ ഓഫ് ടി മൈനസ് എയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പറയണം. അതായത് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു 0 എഫ് കെ ഓഫ് ടി മൈനസ് എ. അതായത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് കെ ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ എ എന്നുള്ളതൊരു പോസിറ്റീവ് ഇൻറ്റീജറാണ്, കെ എന്നുള്ളത്
വളരെ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ കെ എന്നുള്ളത് സീറോയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ എഫ് കെ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിട്ട് മാറും? ഡെൽറ്റ ഓഫ് ടി മൈനസ് എ. അതായത് എഫ് കെ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലെ കെ ടെൻസ് ടു സീറോ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷനാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതാണ് നമ്മുടെ നോട്ട് 1 പറയണത്. ഇനി നോട്ട് 2 മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം നമ്മൾ ഓൾറെഡി +2 പഠിച്ചിട്ടുള്ളതാണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ at x is equal to a and a less than c less than b, then integral a to b f of x dx is equal to b minus a into f of c. അതായത് എഫ് ഓഫ് എക്സ് എന്നുള്ളത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ കണ്ടിന്യൂസ് ആണ്. ഇനി എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി, അതായത് എക്കും ബിക്കും ഇടയിലുള്ള ഒരു പോയിൻ്റാണ് സി. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് എന്തിനോട് ഈക്വലാണ്? ബി മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് സിനോട് ഈക്വലാണ്. നെക്സ്റ്റ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. നമ്മളിപ്പോൾ ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് കണ്ടുപിടിക്കാൻ പോണത്. ഇപ്പോൾ എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്നുള്ളത് ഇ റേസ് ടു മൈനസ് എ എസ് ആണ്. അതായത് ഡെൽറ്റ ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് ഇ റേസ് ടു മൈനസ് എ എസ് ആണ്. പ്രൂഫ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു എഫ് കെ ഓഫ് ടി മൈനസ് എ ഡി ടി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എഫ് ഓഫ് ടി ഇൻറ്റു എഫ് കെ ഓഫ് ടി മൈനസ് എ. എഫ് കെ ഓഫ് ടി മൈനസ് എ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷനാണ്. എ തൊട്ട് എ പ്ലസ് കെ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ മാത്രമേ ഫംഗ്ഷൻ്റെ വാല്യൂ ഉള്ളൂ. ഫംഗ്ഷൻ്റെ വാല്യൂ 1/k ആണ്. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് കെ എഫ് ഓഫ് ടി ഇൻറ്റു അവിടെ എഫ് കെയുടെ വാല്യൂ 1/k ഡി ടി ഇസ് ഈക്വൽ ടു 1/k കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുക്കാം. അപ്പോൾ 1/k ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് കെ എഫ് ഓഫ് ടി ഡി ടി. ഇനി നമ്മളിവിടെ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. മീൻ വാല്യൂ തിയറം എന്താ പറയണേ? ഇപ്പോൾ തന്നെ നമ്മൾ നോട്ട് 2 ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് ബി മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് സി. അപ്പോൾ നമ്മളിവിടെ എ ടു എ പ്ലസ് കെ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ അവിടെ എയുടെ സ്ഥാനത്ത് എയും ബിയുടെ സ്ഥാനത്ത് എ പ്ലസ് കെയും ആണ്. അപ്പോൾ ബി മൈനസ് എ, അതായത് എ പ്ലസ് കെ മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് സി. മീൻ വാല്യൂ തിയറം വെച്ച് നമുക്ക് അങ്ങനെ കിട്ടും. ഇനി ക്യാൻസൽ ചെയ്ത് പോയിട്ട് എഫ് ഓഫ് സി എന്ന് കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി നോക്കിയേ, നമ്മളവിടെ ആ കെയിനെ ടെൻസ് ടു സീറോയിലോട്ട് വിടാം. അപ്പോൾ കെ ടെൻസ് ടു സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എ തൊട്ട് എ പ്ലസ് കെ വരെയാണ്. അതായത് എക്കും എ പ്ലസ് കെയ്ക്കും ഇടയിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തേക്കുന്നത്. എ തൊട്ട് എ പ്ലസ് കെ വരെയുള്ള ഇൻ്റർവെല്ലിൽ. സി എന്നുള്ളത് ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലൊരു പോയിൻ്റാണ്. അതായത് എക്കും എ പ്ലസ് കെയ്ക്കും ഇടയിലുള്ള ഒരു പോയിൻ്റാണ് സി. അപ്പം ഈ കെ ടെൻസ് ടു സീറോ എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ വളരെ ചെറുതാണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ല് ചുരുങ്ങി എ എന്ന് പറഞ്ഞ ഒരൊറ്റ പോയിൻ്റ് മാത്രമാവും. കാരണം എ തൊട്ട് എ പ്ലസ് കെ വരെയാണ് നമ്മുടെ ഇൻ്റർവെല്ല്. അതിൽ കെ ടെൻസ് ടു സീറോ ആകുമ്പോൾ നമ്മുടെ ഇൻ്റർവെൽ എന്നുള്ളത് ചുരുങ്ങി ഒരൊറ്റ പോയിൻ്റ് എയിലോട്ട് വരാം. അപ്പോൾ സി എന്നുള്ളത് ഈ ഇൻ്റർവെല്ലിലുള്ളൊരു പോയിൻ്റ് ആവാമെന്ന് പറഞ്ഞാൽ സിക്ക് ആകെ കൂടി ഉള്ളൊരു ചോയ്സ് എ മാത്രമാണ്. കാരണം എക്കും എ പ്ലസ് കെക്കും ഇടയിലുള്ള പോയിൻ്റാണ് സി. പക്ഷേ കെ ടെൻസ് ടു സീറോ ആകുമ്പോൾ സി എന്നുള്ളത് എക്സാക്ട്ലി എ ആയിട്ട് മാറും. അതുപോലെ എഫ് കെ ഓഫ് ടി മൈനസ് എ എന്നുള്ളത് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ആവും. ഞാനവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് ടി മൈനസ് എ എന്നാണ് എഴുതിയേക്കണേ. അത് ക്യാപിറ്റൽ എഫ് അല്ല, ഡെൽറ്റ ഓഫ് ടി മൈനസ് എ. അതായത് നമ്മൾ നോട്ട് 1 എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് കെ ടെൻസ് ടു സീറോ ആകുമ്പോൾ എഫ് കെ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിട്ട് മാറും? ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ആവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു എഫ് കെ ടെൻസ് ടു സീറോ കൊടുത്താൽ എഫ് കെ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായി മാറി? ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഇൻറ്റു ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരുന്നു. സി ഇസ് ഈക്വൽ ടു എ ആകുമ്പോൾ എഫ് ഓഫ് എ എന്ന് കിട്ടും. ഇനി നോക്കി, ഇവിടെ എഫ് ഓഫ് ടി എന്നുള്ളത് ഏതോ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷനായിട്ട് ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചൂസ് ചെയ്യാം. ഇത് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? ടിയിലുള്ള ഏതൊരു ഫംഗ്ഷൻ, ആ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷനായിട്ട് നമ്മൾ ഇ റേസ് ടു മൈനസ് എസ് ടി ചൂസ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഡി ടി. എഫ് ഓഫ് എ എന്താ വരാം? ടിക്ക് പകരം എ കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു മൈനസ് എ എസ്. ഇനി നോക്കിയേ, അതിൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഡി ടി. അതെന്താ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ അല്ലേ? നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്നുള്ളത് എന്ത് കിട്ടി? ഇ റേസ് ടു മൈനസ് എ എസ് എന്ന് കിട്ടി.
അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കേണ്ട റിസൾട്ടാണ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് e⁻⁻as ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻവോൾവിങ് യൂണിറ്റ് സ്റ്റെപ്പ് ആൻഡ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായി. ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനോ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ അതിനെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ നോക്കണേ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു u ഓഫ് t മൈനസ് 1 മൈനസ് u ഓഫ് t മൈനസ് 2 y ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 y ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്കാണ്, അതൊന്ന് നോക്കാം നിങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം, നമുക്ക് തന്നേക്കണ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുക. അതായത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ y ഓഫ് t കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ ഇക്വേഷനിൽ ഫുള്ളും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, L ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് 3 ഇൻറ്റു L ഓഫ് y ഡാഷ് പ്ലസ് 2 L ഓഫ് y ഇസ് ഈക്വൽ ടു L ഓഫ് u ഓഫ് t മൈനസ് 1 മൈനസ് L ഓഫ് u ഓഫ് t മൈനസ് 2. അതായത് രണ്ട് സൈഡിലും നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കൊടുത്തു. ലീനിയാരിറ്റി പ്രോപ്പർട്ടി വഴിയാണ് നമ്മൾ ആ ലാപ്ലേസ് ട്രാൻസ്ഫോം സ്പ്ലിറ്റ് ചെയ്തേക്കണേ. ഇനി L ഓഫ് y ഡബിൾ ഡാഷ്, ഇതൊക്കെ നമ്മൾ മുൻപ് എഴുതി വെച്ചേക്കുന്ന റിസൾട്ടാണ്. L ഓഫ് y ഡബിൾ ഡാഷ് എന്നുള്ളത് എന്താ, എസ് സ്ക്വയർ y ഓഫ് എസ് മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് 3 ഇൻറ്റു L ഓഫ് y ഡാഷ്. L ഓഫ് y ഡാഷ് എന്തായിരുന്നു, L ഓഫ് y ഡാഷ് എന്നുള്ളത് എസ് വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0 ആണ്. അപ്പോൾ 3 ഇൻറ്റു എസ് വൈ ഓഫ് എസ് മൈനസ് 3y ഓഫ് 0 വരെ, അവിടെ ഞാനൊരു 3 എഴുതാൻ വിട്ടു പോയിട്ടുണ്ട്, അവിടെ 3y ഓഫ് 0 വരും. കാരണം L ഓഫ് y ഡാഷ് എന്നുള്ളത് എസ് വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0 ആണ്. അതിന് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 2 ഇൻറ്റു L ഓഫ് y. L ഓഫ് y എന്നുള്ളത് y ഓഫ് എസ് ആണ്. അപ്പം പ്ലസ് 2y ഓഫ് എസ് ഇസ് ഈക്വൽ ടു L ഓഫ് u t മൈനസ് 1. RHS നോക്കാം, L ഓഫ് u t മൈനസ് 1. നമ്മൾ ഓൾറെഡി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇപ്പം L ഓഫ് u ഓഫ് t മൈനസ് എ എന്നുള്ളത് എന്താണ്, നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചാണ്, e⁻⁻as/s. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ ഹാർട്ട് ചെയ്യേണ്ട റിസൾട്ടാണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് e⁻⁻as/s എന്നാണ്. അപ്പോൾ ഇപ്പം നമുക്ക് RHSൽ അത് ആവശ്യമുണ്ട്. RHS എന്താ നമ്മളിവിടെ, L ഓഫ് u ഓഫ് t മൈനസ് 1. എക്ക് പകരം അവിടെ 1 ആണ്. അപ്പോൾ എന്താ വരാം, e⁻⁻as ആയിരുന്നു, എക്ക് 1 കൊടുക്കുമ്പോൾ e⁻⁻s/s മൈനസ് L ഓഫ് u ഓഫ് t മൈനസ് 2. എക്ക് 2 കൊടുക്കുമ്പോൾ e⁻⁻2s/s. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ y ഓഫ് 0യും 1 ആണ്, y ഡാഷ് ഓഫ് 0യും 1 ആണ്. അപ്പോൾ അതിനെന്ത് കൊടുക്കുക, y ഓഫ് 0യ്ക്കും അല്ല 1 അല്ല, y ഓഫ് 0 0 ആണ്, y ഡാഷ് ഓഫ് 0യും 0 ആണ്. ഇപ്പോൾ y ഓഫ് 0ൻ്റെയും y ഡാഷ് ഓഫ് 0ൻ്റെയും ടേമൊക്കെ 0 ആയിട്ട് പോയി. ഇനി ബാക്കി y ഓഫ് എസിൻ്റെ y ഓഫ് എസ് ഉള്ള ടേമിനൊക്കെ y ഓഫ് എസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ y ഓഫ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഇസ് ഈക്വൽ ടു RHS എന്നുള്ളത് e⁻⁻s മൈനസ് e⁻⁻2s/s. നമ്മൾ y ഓഫ് എസിൻ്റെ കൂടെയുള്ള ടേമിനെ RHSലോട്ട് കൊണ്ടുവരുമ്പോൾ y ഓഫ് എസ് ഇസ് ഈക്വൽ ടു e⁻⁻s മൈനസ് e⁻⁻2s ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ എന്താവും, എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് കിട്ടും. ഇപ്പോൾ y ഓഫ് എസ് ആണ് നമുക്ക് കിട്ടിയേക്കണേ. y ഓഫ് t കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക, രണ്ട് സൈഡിലും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. അപ്പോൾ y ഓഫ് t ഇസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് e⁻⁻s മൈനസ് e⁻⁻2s ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, രണ്ട് ടേം ആക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് e⁻⁻s ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 മൈനസ് L ഇൻവേഴ്സ് ഓഫ് e⁻⁻2s ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് കിട്ടും. പിന്നെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇപ്പോൾ y ഓഫ് t കിട്ടാൻ ആ രണ്ട് ടേമിൻ്റെ L ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മളതിൽ ഫസ്റ്റ് ടേം എടുത്ത് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോണത് L ഇൻവേഴ്സ് ഓഫ് e⁻⁻s ഇൻറ്റു 1 ബൈ
എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു. ആ ടേമിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ നോക്കി, നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പഠിച്ച റിസൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണേ. ആ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നുള്ളത് എന്താ? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അതായത് നമ്മുടെ ഒരു ഇ റേസ് ടു മൈനസ് എ എസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ, ഇൻറ്റു ഏതോ ഒരു ഫംഗ്ഷൻ. ആ ഒരു ഫോമിൽ കിടക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ എൽ ഇൻവേഴ്സ് എന്നുള്ളത് എന്തായിരിക്കും? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇപ്പം നമ്മുടെ ടേമായിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നോക്കി, നമ്മുടെ ടേമായിട്ട് അവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അപ്പം എ അവിടെ 1 ആണ്. അപ്പം ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ബാക്കിയുള്ള ഫംഗ്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കണം? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അത് എന്തിനോട് ഈക്വലാന്ന് നമ്മൾ പറഞ്ഞത്? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇവിടെ 1 ആയതുകൊണ്ട് എഫ് ഓഫ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 കിട്ടും. ആ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്കത് കിട്ടണത്. അപ്പോൾ ഇവിടെ ആദ്യം എഫ് ഓഫ് ടി മൈനസ് 1 കണ്ടുപിടിക്കണം. എഫ് ഓഫ് ടി മൈനസ് 1 എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ഫോമിൽ കിടക്കണേൽ ആ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ ആ ഒരു ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1/s ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ഇനി എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിന് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പോവാം. അത് നമുക്ക് എന്ത് എഴുതാം? a/s പ്ലസ് b/s പ്ലസ് 1 പ്ലസ് c/s പ്ലസ് 2 എന്ന് എഴുതാം. നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ടേമിലും ഇല്ലാത്ത ഫാക്ടേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിൽ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ചെയ്യാം. അപ്പോൾ എ ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് സെക്കൻഡ് ടേമിനെ എസ്സും എസ് പ്ലസ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ബി ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് തേർഡ് ടേമിനെ എസ്സും എസ് പ്ലസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സി ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയി. ഇപ്പോൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് സി ഇൻറ്റു എസ് പ്ലസ് 1 കിട്ടും. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എയും ബിയും സിയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എസ്സിന് 0 കൊടുക്കാം. എസ്സിന് 0 കൊടുക്കുമ്പോൾ നോക്കിയേ, നമ്മുടെ ആർ എച്ച് എസിലെ ബിയുടെ ടേമും സിയുടെ ടേമും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എയുടെയും ബിയുടെയും സിയുടെയും ടേം 0 ആയിട്ട് പോയി 2a is equal to 1 കിട്ടും. എസ്സിന് 0 കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് 2a is equal to 1 കിട്ടും. അതിന് എയുടെ വാല്യൂ 1/2 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോണത് എസ്സിന് -2. എസ്സിന് -2 കൊടുക്കുമ്പോൾ എയുടെയും ബിയുടെയും ടേം 0 ആയിട്ട് പോകും. 2c is equal to 1 കിട്ടും. അതായത് സിയുടെ വാല്യൂ 1/2 കിട്ടും. നെക്സ്റ്റ് നമ്മൾ എസ്സിന് -1 കൊടുക്കാം. അപ്പോൾ എയുടെയും സിയുടെയും ടേം 0 ആയിട്ട് പോകും. -b is equal to 1 കിട്ടും. അതായത് ബിയുടെ വാല്യൂ -1. ഇപ്പം എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നപ്പോൾ ഉള്ളത് എന്തായിട്ട് മാറി? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് നമ്മളവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1/s പ്ലസ് 1 പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 എന്ന് കിട്ടി. നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് കിട്ടിയേക്കുന്നത്. എഫ് ഓഫ് ടി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എഫ് ഓഫ് ടി കിട്ടാൻ എൽ ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/2 എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 പ്ലസ് 1/2 എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 2 ഇറ്റ് ഇസ് ഈക്വൽ ടു 1/2 എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്താ? 1 മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 1/s പ്ലസ് എയുടെ എൽ ഇൻവേഴ്സ് എന്നുള്ളത് എന്താ? ഇ റേസ് ടു -8t. അപ്പോൾ അവിടെ എ 1 ആണ്. അപ്പോൾ ഇ റേസ് ടു -t പ്ലസ് 1/2 ഇൻറ്റു ഇ റേസ് ടു -2t. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി -1 വേണ്ടേ? നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ടായി നമ്മുടെ ആ എൽ ഇൻവേഴ്സ്, ആ ഫസ്റ്റ് ടേമിൻ്റെ എൽ ഇൻവേഴ്സ് എന്നുള്ളത് എഫ് ഓഫ് ടി -1 ഇൻറ്റു യു ഓഫ് ടി -1 ആണ്. അപ്പോൾ എഫ് ഓഫ് ടി ഇപ്പോൾ നമുക്ക് കിട്ടി. എഫ് ഓഫ് ടി -1 എങ്ങനെ കിട്ടാം? ടി ഉള്ളിടത്തൊക്കെ ടി -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് ടി -1 ഇസ് ഈക്വൽ ടു 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ഓഫ് ടി -1 പ്ലസ് 1/2 ഇ റേസ് ടു -2 ഇൻറ്റു ടി -1 എന്ന് കിട്ടും. അപ്പോൾ ആ ഫസ്റ്റ് ടേം വിച്ച് ഇസ് ഈക്വൽ ടു അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ എഴുതി വെച്ചാണ്. എഫ് ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് വൺ പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ കിട്ടി. നമുക്കിതുപോലെ സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേം എന്താ? സെക്കൻഡ് ടേം എന്നുള്ളത് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 2s ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു. ഓക്കെ, നമ്മൾ ഇപ്പോൾ തന്നെ യൂസ് ചെയ്ത സെയിം റിസൾട്ടാണ് നമ്മളവിടെ യൂസ് ചെയ്യാൻ പോണേ. അവിടെ എ എന്നുള്ളത് എന്താ? എ എന്നുള്ളത് 2 ആണ് മാത്രം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താ? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നുള്ളത് 1/s ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു. നേരത്തെ ഇപ്പോൾ നമ്മളെടുത്ത അതേ സെയിം ഫംഗ്ഷൻ തന്നെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ട് വന്നതാണ്. അതിൻ്റെ എഫ് ഓഫ് ടി നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2t. നമുക്ക് എഫ് ഓഫ് ടി മൈനസ് 2 ആണ് വേണ്ടത്. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് 2 കണ്ടുപിടിക്കാൻ എഫ് ഓഫ് ടിയിൽ ടിക്ക് പകരം ടി മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 2s ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു എന്നുള്ളത് എന്താ? എഫ് ഓഫ് ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ടേം നമുക്ക് കിട്ടി. ഫസ്റ്റ് ടേം ഇക്വേഷൻ നമ്പർ 1 ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കണ്ടുപിടിച്ചു. ഇക്വേഷൻ നമ്പർ 1 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈ ഓഫ് ടിയുടെ വാല്യൂ കിട്ടും. വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 മൈനസ് ഓഫ് 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് 2 പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. സെക്കൻഡ് പ്രോബ്ലം നോക്കാം. y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ടി മൈനസ് 1 വേർ y ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 y ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഡെൽറ്റ ഫംഗ്ഷനാണ് വന്നേക്കുന്നത് ആർ എച്ച് എസിൽ. അപ്പോൾ ഡെൽറ്റ ഫംഗ്ഷൻ വന്നേക്കണം. നമ്മളെങ്ങനെ ചെയ്യാം? ഇക്വേഷന് ഫുള്ളായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. അപ്പോൾ എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 3 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 1. എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്താ? എസ് സ്ക്വയർ വൈ ഓഫ് എസ് മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് ഇനി 3 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് എന്താ? എസ് വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0. അപ്പോൾ 3 ഇൻറ്റു എസ് വൈ ഓഫ് എസ് മൈനസ് 3 വൈ ഓഫ് 0. 3 ഞാനിവിടെ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. 3 വൈ ഓഫ് 0 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ. അപ്പോൾ 2 എൽ ഓഫ് വൈ എന്നുള്ളത് വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്താ? എൽ ഓഫ് ഡെൽറ്റ ടി മൈനസ് 1. നമ്മുടെ റിസൾട്ട് ഇതായിരുന്നു. എൽ ഓഫ് ഡെൽറ്റ ടി മൈനസ് എ. അതായത് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് എന്താ? ഇ റേസ് ടു മൈനസ് എ എസ് ആണ്. ഇവിടെ എക്ക് പകരം 1 വന്നേക്കണേ. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് വരും ആർ എച്ച് എസ്. നമ്മൾ എന്ത് ചെയ്യുക? വൈ ഓഫ് 0യും വൈ ഡാഷ് ഓഫ് 0യും 0 ആണെന്ന് തന്നിട്ടുണ്ട്. വൈ ഓഫ് എസിൻ്റെ ടേമൊക്കെ ഒരുമിച്ച് എടുക്കുക. അപ്പോൾ വൈ ഓഫ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. ഈ ക്യാപിറ്റൽ വൈ ഓഫ് എസ് ആണ് കിട്ടിയേക്കണേ. വൈ ഓഫ് ടി കിട്ടാൻ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. അപ്പോൾ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1. നമ്മൾ പറഞ്ഞു എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ഫോമിൽ വന്നാൽ അതിൻ്റെ എൽ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അപ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് ആണ് വന്നേക്കണേ. എ എന്നുള്ളത് 1 ആണ്. അപ്പോൾ അതെന്നുള്ളത് എഫ് ഓഫ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ആണ്. അപ്പോൾ ആദ്യം എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താ? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നുള്ളത് 1/s പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 ആണ്. നമ്മളതിനെ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ടേമിനെ നമ്മൾ എന്ത് എഴുതാം? മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി a/s പ്ലസ് 2 പ്ലസ് b/s പ്ലസ് 1 എഴുതണം. ഡിനോമിനേറ്റർ സെയിം ആക്കാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു a ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് b ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 കിട്ടും. രണ്ടെണ്ണത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയി ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാം.
അപ്പോൾ 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് കിട്ടും. ഇപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എസ്സിന് -1 കൊടുക്കാം. അപ്പോൾ എസ്സിന് -1 കൊടുക്കുമ്പോൾ എയുടെ ടേം 0 ആയിട്ട് പോകും. ബി ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി എസ്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിയുടെ ടേം 0 ആയിട്ട് പോകും. -a ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഇസ് എ ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഇപ്പോൾ എഫ് ഓഫ് എസ് എന്തായിട്ട് മാറി? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു -1/s+2 പ്ലസ് 1/s+1 എന്ന് കിട്ടി. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് കിട്ടിയല്ലോ. എഫ് ഓഫ് ടി കിട്ടാൻ വേണ്ടി നമ്മൾ എൽ ഇൻവേഴ്സ് കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് -1/s+2 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1. മൈനസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 1/s+aയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് എന്താ? e raised to -8 ആണ്. അപ്പോൾ e raised to -2t പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1 എന്നുള്ളത് e raised to -t എന്ന് വരും. ഇറ്റ്സ് ഈക്വൽ ടു e raised to -t മൈനസ് e raised to -2t എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് ടി കിട്ടി. നമ്മുടെ റിസൾട്ട് എന്നുള്ളത് എഫ് ഓഫ് ടി -1 ഇൻറ്റു യു ഓഫ് ടി -1 ആയിരുന്നു. അപ്പോൾ എഫ് ഓഫ് ടി -1 കണ്ടുപിടിക്കാം. ടിക്ക് പകരം ടി -1 കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് ടി -1 ഇസ് ഈക്വൽ ടു e raised to മൈനസ് ഓഫ് ടി -1 മൈനസ് e raised to -2 ഇൻറ്റു ടി -1 എന്ന് കിട്ടും. അപ്പോൾ വൈ ഓഫ് ടി എന്നുള്ളത് എഫ് ഓഫ് ടി -1 ഇൻറ്റു യു ഓഫ് ടി -1 ആയിരുന്നു. എഫ് ഓഫ് ടി -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ ഓഫ് ടിയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയിട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം, സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 1 മൈനസ് യു ഓഫ് ടി -2 ഇൻറ്റു e raised to t മൈനസ് e raised to 2 ഡെൽറ്റ ഓഫ് t -2 ഗിവൺ y ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 y ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1. നമ്മൾ സാധാ ചെയ്യണോണം രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. അപ്പോൾ എൽ ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് y ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് y ഇസ് ഈക്വൽ ടു, നമ്മൾ ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. അതായത് e raised to t വെച്ചിട്ട് രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ടാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുക്കണം ആർ എച്ച് എസിൽ. അപ്പോൾ ആർ എച്ച് എസ് എന്താ വരാം? എൽ ഓഫ് e raised to t മൈനസ് എൽ ഓഫ് e raised to t ഇൻറ്റു യു ഓഫ് ടി -2 മൈനസ് എൽ ഓഫ് ഇ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി -2. ഇനി എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്തായിരുന്നു? എസ് സ്ക്വയർ വൈ ഓഫ് എസ് മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് എന്നുള്ളത് എസ് വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ എന്നുള്ളത് വൈ ഓഫ് എസ് ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് നോക്കാം. എൽ ഓഫ് ഇ raised to t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? 1/s-1 മൈനസ് അടുത്തത് e raised to t ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to t യു ഓഫ് ടി -2. നോക്കി നമുക്ക് സെക്കൻഡ് ടേം എന്നുള്ളത് എൽ ഓഫ് e raised to t ഇൻറ്റു യു ഓഫ് ടി -2 ആണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഫസ്റ്റ് തന്നെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നറിയാം. എൽ ഓഫ് യു ഓഫ് ടി -a എന്നുള്ളത് എന്താ? e raised to -as/s കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി നെക്സ്റ്റ് റിസൾട്ട് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ e raised to at വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എഫ് ഓഫ് എസ് മൈനസ് എ. നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ആയിരുന്നു ഇത്. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എൽ ഓഫ് ഇ raised to t യു ഓഫ് ടി -2, അതായത് യു ഓഫ് ടി -2 എന്ന് പറഞ്ഞ ഫംഗ്ഷന് e raised to t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? യു ഓഫ് ടി -2ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതിയിട്ട് അതിൽ എസ് ഉള്ളടുത്ത് പകരം എന്ത് കൊടുത്താൽ മതി? s-1 കൊടുത്താൽ മതി. ഇപ്പോൾ യു ഓഫ് ടി -2ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് e raised to -2s/s ആയിരുന്നു. അവിടെ എസ് ഉള്ളടുത്ത് s-1 കൊടുക്കാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to t യു ഓഫ് ടി -2 എന്നുള്ളത് e raised to -2 ഇൻറ്റു s-1 ഡിവൈഡഡ് ബൈ s-1 എന്നാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ആർ എച്ച് എസിൽ. കണ്ടോ, ആർ എച്ച് എസിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ എ എന്ന് ഇട്ടേക്കണേ, എ അല്ല, അവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്. e raised to -2 ഇൻറ്റു s-1 ബൈ s-1. അത് നിങ്ങളൊന്ന് തിരുത്തിക്കോളെ. മൈനസ് തേർഡ് ടേം എന്താ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2 ഡെൽറ്റ ഓഫ് ടി -2. അതിൽ e raised to 2 എന്നുള്ളതൊരു കോൺസ്റ്റൻ്റാണ്. e raised to 2നെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ
ബാക്കി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് ടു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഫംഗ്ഷൻ എന്താ? ഇ റേസ് ടു മൈനസ് എ എസ്. എയുടെ സ്ഥാനത്ത് അവിടെ 2 ആയതുകൊണ്ട് ഇ റേസ് ടു മൈനസ് 2s. ഇനി വൈ ഓഫ് സീറോയുടെ വാല്യൂ 0യും വൈ ഡാഷ് ഓഫ് സീറോയുടെ വാല്യൂ 1ഉം ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വൈ ഓഫ് എസ് നിന്ന്. വൈ ഓഫ് എസ് കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ വൈ ഓഫ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് എ അല്ല അവിടെ മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 മൈനസ് ഇ റേസ് ടു 2 ഇ റേസ് ടു മൈനസ് 2s എന്ന് കിട്ടും. ഇനി ആ മൈനസ് 1നെ ആർ എസ് എസിലോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 1 ആവും. പിന്നെ എല്ലാ ടേമിനെയും എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 മൈനസ് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 മൈനസ് ഇ റേസ് ടു 2 ഇ റേസ് ടു മൈനസ് 2s ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് കിട്ടും. ഇനി നോക്കി വൈ ഓഫ് എസ് കിട്ടി, നമുക്ക് വൈ ഓഫ് ടി ആണ് കിട്ടേണ്ടത്. എന്ത് ചെയ്യാം? എൽ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഓരോ ടേമിനും അവിടെ 4 ടേമുണ്ട് സെപ്പറേറ്റ് ആയിട്ട് എൽ ഇൻവേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ 4 ടേമിൻ്റെയും എൽ ഇൻവേഴ്സ് കിട്ടി അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ വൈ ഓഫ് ടി ആയി. അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഓരോ ടേമിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം എടുക്കുകയാണ്. ഫസ്റ്റ് ടേം എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ലീനിയർ ഫാക്ടറും ഉണ്ട്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും ഉണ്ട്. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് പറഞ്ഞ ഒരു ടേമും ഉണ്ട്. അപ്പോൾ ആ സെക്കൻഡ് ഡിഗ്രീനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, അതായത് ഇൻറ്റീജേഴ്സ് വരില്ല. അപ്പോൾ നമ്മൾ അതിനെ അതുപോലെ തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ടേം ഇസ് ഈക്വൽ ടു എ ബൈ എസ് മൈനസ് 1 പ്ലസ് പിന്നെ സെക്കൻഡ് ഡിനോമിനേറ്ററിലെ സെക്കൻഡ് ടേം എന്നുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി ഫാക്ടറാണ് അല്ലേ, എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. അപ്പോൾ നമ്മളവിടെ പ്ലസ് ബി ബൈ എന്നല്ല എഴുതുക, നമ്മൾ ബി എസ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. അതായത് ഡിനോമിനേറ്റർ എന്നുള്ളത് സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ടാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ത് കൊടുക്കണേ? ബി എസ് പ്ലസ് സി എന്ന് കൊടുക്കണം. മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഇനി നമ്മൾ സാധാ ചെയ്യണം, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് ബി എസ് പ്ലസ് സി ഇൻറ്റു എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്തിട്ട് എയും ബിയും സിയും കണ്ടുപിടിക്കണം. അപ്പോൾ എയും ബിയും സിയും ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എസ്സിന് 1 കൊടുക്കാം. എസ്സിന് 1 കൊടുക്കുമ്പോൾ നോക്കിയേ, എസ്സിന് 1 കൊടുക്കുമ്പോൾ നമ്മുടെ എസ്സിന് 1 കൊടുക്കുമ്പോൾ എന്തായി മാറും? നമുക്ക് 5a ഈക്വൽ ടു 1 കിട്ടും. അതായത് a ഈക്വൽ ടു 1/5 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എസ് ഇസ് ഈക്വൽ ടു 0 ആണ്. എസ് ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ഇക്വേഷൻ എന്നുള്ളത് 2a മൈനസ് സി ഇസ് ഈക്വൽ ടു 1 കിട്ടും. എയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ട് വെച്ചിട്ടുണ്ട്. എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് മൈനസ് 3/5 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ എസ്സിന് -1 കൊടുക്കാം. എസ്സിന് -1, എസ്സിന് -1 തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ആ തേർഡ് വാല്യൂ ആയിട്ട് നമുക്ക് എസ്സിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം. നമ്മളിവിടെ -1 കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എ പ്ലസ് മൈനസ് ബി പ്ലസ് സി ഇൻറ്റു -2 ഇസ് ഈക്വൽ ടു 1 കിട്ടും. അതിൽ എയുടെയും സിയുടെ വാല്യൂ നമുക്കറിയാം, ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ബിയുടെ വാല്യൂ എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്യാം. നോക്കിയേ, എ പ്ലസ് 2b മൈനസ് 2c ഇസ് ഈക്വൽ ടു 1 കിട്ടും. എയുടെയും സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ -1/5 എന്ന് കിട്ടി. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. നമ്മുടെ ടേം നമ്മൾ ആ ടേം എന്നുള്ളത് അപ്പോൾ എന്ത് എഴുതാം? നമുക്ക് 1/s മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്നുള്ളത് 1/5 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 പ്ലസ് -1/5s മൈനസ് 3/5 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് കിട്ടും. നമുക്കതിൻ്റെ എൽ ഇൻവേഴ്സ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്നുള്ളത് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം നോക്കാം. 1/5 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1/5 ഇൻറ്റു
എൽ ഇൻവേഴ്സ് ഓഫ് 1/s-1 മൈനസ് സെക്കൻഡ് ടേമിന് നമ്മൾ -1/5 ആണ് പുറത്തെടുക്കുന്നത്. -1/5 പുറത്തെടുത്ത ബാക്കി എന്താ ഉള്ളത്? എൽ ഇൻവേഴ്സ് ഓഫ് s+3/s² + 2s+2 which is equal to 1/5 into L inverse of 1/s-1 e raised to t minus 1/5. സെക്കൻഡ് ടേമിനെ നമ്മളൊന്ന് മാറ്റി എഴുതാണ്. എൽ ഇൻവേഴ്സ് ഓഫ് s+3നെ നമ്മൾ s+1 + 2 എന്ന് എഴുതുന്നു, ഡിവൈഡഡ് ബൈ s² + 2s+2നെ s+1² + 1 എഴുതുന്നു. ഇത് എക്സ്പാൻഡ് ചെയ്താലും നമുക്ക് s² + 2s+2 കിട്ടാം. നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്, അതായത് s+1 + 2/s+1² + 1 ആയിരുന്നു. നമ്മൾ എന്ത് സ്പ്ലിറ്റ് ചെയ്യണു? s+1 ഡിവൈഡഡ് ബൈ s+1² + 1 പ്ലസ് 2/s+1² + 1 കിട്ടും. നോക്കിയേ, അതിൻ്റെ എൽ ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നോക്കിയേ, എൽ ഇൻവേഴ്സ് ഓഫ് s/s² + 1 എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം, cos t ആണ്. നമുക്കിവിടെ കിടക്കുന്ന ടേം എൽ ഇൻവേഴ്സ് ഓഫ് s+1/s+1² + 1, അതായത് എസ്സിന് പകരം s+1, എസ് ഉള്ളിടത്തൊക്കെ s+1 കൊടുക്കണേ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പറഞ്ഞിട്ടുണ്ട്, എസ്സിന് പകരം s+a റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരുള്ളൂ? എഫ് ഓഫ് ടിയുടെ കൂടെ എക്സ്ട്രാ ഒരു e⁻−at വരും. എസ്സിന് പകരം s+a, അതായത് എസ് എന്നുള്ളത് s+aയിലോട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫങ്ഷൻ എന്താവും? e⁻−at എഫ് ഓഫ് ടി. അതായത് നമ്മുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ കൂടെ ഒരു e⁻−at കൂടിയേ വരുള്ളൂ. ഇവിടെ നോക്കി, കോസ് ടിയിൽ എസിൻ്റെ സ്ഥാനത്ത് s+1 ആണ്. അപ്പോൾ ഒരു e⁻−t വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് s+1/s+1² + 1 എന്നുള്ളത് എന്താ? e⁻−t cos t ആണ്. അതുപോലെ എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1² + 1, 1/s² + 1 ആണെങ്കിൽ അത് sin t ആണ്. അവിടെ എസ്സിന് പകരം s+1 വന്നപ്പോൾ അത് e⁻−t sin t ആയി. കണ്ടോ? അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് e⁻t/5 - e⁻−t/5 cos t - 2 e⁻−t/5 sin t. നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ 4 ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടതായിരുന്നു. അതിലെ ഫസ്റ്റ് ടേമിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഴുതി വെച്ചാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ ഇൻവേഴ്സ് ഓഫ് e² e⁻²s/s-1 × s² + 2s+2 ആണ്. അതിൽ e² കോൺസ്റ്റൻ്റാണ്, ബാക്കി എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് e⁻²s/s-1 × s² + 2s+2. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായി, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണു. നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, എൽ ഇൻവേഴ്സ് ഓഫ് e⁻−as എഫ് ഓഫ് എസ് എന്നുള്ളത് എന്തായിരുന്നു? എഫ് ഓഫ് t - a ഇൻറ്റു u ഓഫ് t - a. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. നോക്കി, അവിടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ e⁻−2s വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ എന്താ വരിക? എഫ് ഓഫ് t - 2 ഇൻറ്റു u ഓഫ് t - 2. എഫ് ഓഫ് t - 2 കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് നമുക്ക് എന്താണെന്നറിയാം. ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ സ്ഥാനത്ത് അവിടെ കിടക്കുന്നത് 1/s-1 ഇൻറ്റു s² + 2s+2 ആണ്. ഇപ്പം നമ്മൾ എഴുതി വെച്ചാണ് ഫംഗ്ഷനാണ്. ഇപ്പോൾ തൊട്ട് മുമ്പിൽ നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചതാണ്. എഫ് ഓഫ് ടി എന്താ? e⁻t/5 - e⁻−t/5 cos t - 2 e⁻−t/5 sin t. നമുക്ക് എഫ് ഓഫ് ടി അല്ല വേണ്ട, എഫ് ഓഫ് t - 2 ആണ്. അതായത് ടിക്ക് പകരം t - 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് t - 2 കിട്ടി. ആ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് e² e⁻²s/s-1 × s² + 2s+2 കിട്ടും. അതായത് e⁻2 ഇൻറ്റു എഫ് ഓഫ് t - 2 ഇൻറ്റു u ഓഫ് t - 2. അപ്പോൾ സെക്കൻഡ് ടേമിൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടി. അതിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കണം. അടുത്തത് നമ്മൾ മൂന്നാമത്തെ ടേമാണ് സോൾവ് ചെയ്യാൻ പോകണം. മൂന്നാമത്തെ ടേം എന്നുള്ളത് എൽ ഇൻവേഴ്സ് ഓഫ് e² ഇൻറ്റു e⁻²s/s² + 2s+2. അപ്പോൾ e² കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. e² ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് e⁻²s/s² + 2s+2. അപ്പോൾ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ e⁻−as വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അത് എഫ് ഓഫ് t - 2 ഇൻറ്റു u ഓഫ് t - 2 ആ വരാം. നമുക്ക് എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. ഇപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ? എഫ് ഓഫ് എസ് എന്നുള്ളത്
1/s² + 2s + 2 ആണ്. അത് നമ്മൾ എന്ത് എഴുതണു? ഡിനോമിനേറ്ററിന് നമ്മൾ s+1² + 1 എന്ന് എഴുതണു. അപ്പോൾ f(t) കിട്ടാൻ വേണ്ടി രണ്ട് സൈഡിലും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. അപ്പോൾ 1/s² + 1 ആയിരുന്നെങ്കിൽ അത് sin t ആയിരുന്നു. ഇപ്പോൾ എസിന് സ്ഥാനത്ത് s+1 അപ്പോൾ എന്ത് വരും? e⁻t sin t എന്ന് വരും. f(t) കിട്ടി. f(t - 2) t-2 എന്താ? e⁻t - 2 sin t - 2. അപ്പോൾ f(t - 2) കിട്ടി. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L ഇൻവേഴ്സ് ഓഫ് e² e⁻ - 2s/s² + 2s + 2 എന്നുള്ളത് e² e⁻t - 2 sin t - 2 u(t - 2) എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടേം L ഇൻവേഴ്സ് ഓഫ് 1/s² + 2s + 2 എന്നുള്ളത് എങ്ങനെയാണ്? L ഇൻവേഴ്സ് ഓഫ് ഡിനോമിനേറ്റർ മാറ്റി കൊടുക്കാം. 1/s+1² + 1 which is equal to e⁻t sin t. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 4 ടേം നമ്മൾ കണ്ടുപിടിച്ചു. ഇക്വേഷൻ നമ്പർ 2, 3, 4, 5 അത് ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ y(t)യുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോബ്ലം y(t) സൊല്യൂഷൻ y(t) കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. താങ്ക് യു.